നൽകുന്നതിനായി ശ്രീ റഫീഖ് വട്ടോത്ത്, Senior Manager of National Bank of Abu Dhabi and ex-student of MGTSA. Dr. Ramakrishnan. കാലം മാഹിക്ക് നൽകിയ നന്മകളിൽ ഒന്നാണ് നമ്മുടെ രാമകൃഷ്ണൻ ഡോക്ടർ. ഡോക്ടർ എന്നാൽ എഴുതി പ്രദർശിപ്പിച്ച് ഫീസ് വാങ്ങലും മരുന്നിന് കുറിപ്പടി തയ്യാറാക്കലും മാത്രമല്ല എന്ന് ഈ ബിഷോഗുരൻ നമുക്ക് കാണിച്ചു തന്നു. രോഗത്തെക്കാൾ വലിയ ചികിത്സയുള്ള ഈ കാലഘട്ടത്തിൽ ചികിത്സ എന്നത് ഒരു വിൽപ്പന ചരക്കല്ല എന്ന് കാണിച്ചു തന്നു ഈ മഹാൻ. പാരീസിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ രാമകൃഷ്ണൻ ഡോക്ടർ മാഹി ആശുപത്രിയിൽ ഡോക്ടറായി ജോലിയിൽ തുടരവേ വളരെ പെട്ടെന്ന് ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു. നാട്ടുകാരെ മുഴുവൻ വീട്ടുകാരെക്കാൾ സ്നേഹിച്ചിരുന്നു എന്നും തോന്നും രാമകൃഷ്ണൻ ഡോക്ടർ രോഗികളോട് ഇടപെടുന്നത് കാണുമ്പോൾ. അനീതികൾക്കെതിരെ നിലകൊണ്ട ഈ നല്ല മനുഷ്യനെ പുതുച്ചേരിയിലേക്ക് സ്ഥലം മാറ്റാൻ ഉണ്ടായപ്പോൾ മയ്യഴി എല്ലാം മറന്ന് അദ്ദേഹത്തിന് വേണ്ടി ശ്രദ്ധിക്കുകയായിരുന്നു. എന്നും രോഗികളോട് സ്നേഹത്തോടെ പെരുമാറുന്ന രാമകൃഷ്ണൻ ഡോക്ടറെ കുറിച്ച് നല്ലതല്ലാതെ പറയാൻ ആർക്കും നാവ് പൊങ്ങില്ല. അത്രയ്ക്കൊണ്ട് അദ്ദേഹത്തിന്റെ നന്മകൾ. അടുത്തതായി സൈനബ മനോലി സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഉപഹാരം നൽകാനായി ശ്രീ നഫീസ സാഹിർ, വൈഫ് ഓഫ് അവർ വൈസ് പ്രസിഡന്റ് ശ്രീ സാഹിർ പറമ്പത്ത്. സൈനബ മനോലി 40 കൊല്ലത്തെ കാത്തിരിപ്പിനൊടുവിൽ പുതുച്ചേരി സംസ്ഥാനത്ത് കോടതി വിധിയിലൂടെ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് യാഥാർത്ഥ്യമായപ്പോൾ മഞ്ചക്കൽ വാർഡിൽ നിന്നും ശ്രീമതി മനോലി സൈനബ മറ്റുള്ളവരുടെ മുൻധാരണകൾ തിരുത്തി വിജയിച്ചു. കഴിഞ്ഞ 5 കൊല്ലവും ഒരു ജനപ്രതിനിധി എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ കാണിച്ചു കൊടുക്കുകയായിരുന്നു സൈനബ ഈ കാലയളവിൽ. അടുത്തതായി ശ്രീ മുഹമ്മദ് അലി സി ഉപഹാരം നൽകുന്നു. മുസ്തഫ സഫീർ, മയ്യഴി കൂട്ടം ലീഗൽ അഡ്വൈസർ ആൻഡ് മാനേജിംഗ് പാർട്ണർ, മുസ്തഫ ആൻഡ് അൽമന അസോസിയേറ്റ്. And I invite Mr. Muhammad Ali C on stage. മുഹമ്മദ് അലി സി. ജീവിതത്തിലെ കടുത്ത പ്രാരാബ്ദങ്ങൾക്കിടയിൽ പഠനം അവസാനിപ്പിച്ച് ജോലി തേടി തെരുവിലേക്കുള്ള യാത്ര. പരാജിതരുടെ ജീവിതം എന്തെന്ന് മനസ്സിലാക്കിയ ഈ മനുഷ്യസ്നേഹി കൂടെ പഠിച്ചവരെയൊക്കെ ഉന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴും ആരോടും ഒരു പരിഭവമില്ലാതെ ശക്തനായി ജീവിതത്തിൽ നല്ല നല്ല വേഷങ്ങളിൽ അഭിനയിച്ച് ജീവിക്കുന്നു ഈ മഹാനായ നാടക നടൻ. കോളേജ് പഠനകാലത്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ കലോത്സവത്തിൽ 1ാം സമ്മാനം നേടിയ മണി എന്ന നാടകത്തിലെ അഭിനേതാവായിരുന്നു ഇദ്ദേഹം. ജീവിതം എന്ന നാടകത്തിൽ നല്ല വേഷങ്ങൾക്കായി എപ്പോഴും കൊതിയോടെ കാത്തിരുന്നു. സമൂഹത്തോട് ഒരു കലാകാരൻ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്താൻ ഉപയോഗിച്ച മാധ്യമമാകട്ടെ അഭിനയവും എഴുത്തും. വാക്കുകളും വരികളും കൊണ്ട് നെറികേടുകൾക്ക് നേരെ ശബ്ദിക്കുമ്പോഴും അവർക്കൊന്നും വേദനിക്കാതെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹി. അടുത്തതായി ശ്രീ ശശീന്ദ്രൻ PP ഉപഹാരം നൽകുന്നു. ഫായിസ് വയലക്കര, Investment Manager with Emirates Investment Authority. ശ്രീ ശശീന്ദ്രൻ PP മാധ്യമങ്ങളിലൂടെ നമ്മുടെ നാട്ടിലെ അമരക്കാരനായി മാറിയ മാതൃഭൂമിയിലെ മയ്യഴിയിലെ അമരക്കാരനായി അദ്ദേഹത്തെ ആദരിക്കുന്നു. ശ്രീ ഫായിസ് മലേക്കര. അടുത്തതായി ശ്രീ CH പ്രഭാകരൻ ഉപഹാരം നൽകാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സലീം മൂസ, മാർക്കറ്റിംഗ് മാനേജർ FK Group and ex-students of MGTSA. And we invite Mr. CH പ്രഭാകരൻ on stage. CH പ്രഭാകരൻ 1956 ഏപ്രിൽ 29 മാഹിയിൽ ജനനം. മാഹി ജവഹർലാൽ സ്കൂൾ, മാഹി കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം. കണ്ണൂർ ട്രെയിനിങ് കോളേജിൽ അധ്യാപക പരിശീലനം. 1987 മാഹി ഗവൺമെന്റ് LP സ്കൂളിൽ അധ്യാപകനായി. ഇപ്പോൾ ജവഹർലാൽ നെഹ്റു UP സ്കൂൾ വിഭാഗത്തിൽ അധ്യാപകനായി പ്രവർത്തിക്കുന്നു. 2004 പുതുച്ചേരി സർക്കാരിന്റെ അധ്യാപക അവാർഡ് നേടി.
അമച്വർ പ്രൊഫഷണൽ നാടകനടൻ എന്ന നിലകളിൽ പ്രവർത്തിച്ചു. മയ്യയിൽ നടന്ന സാക്ഷരതാ യജ്ഞത്തിൽ മാസ്റ്റർ ട്രെയിനറായി പ്രവർത്തിച്ചു. മാഹി കോളേജ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റായിരുന്നു ഇദ്ദേഹം. മാഹി ഗവൺമെന്റ് ടീച്ചർ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് ഇപ്പോൾ. അടുത്തതായി AK മോഹനൻ മാസ്റ്റർ ഉപഹാരം നൽകുന്നു. സുധീർ, മാനേജിംഗ് പാർട്ണർ ഓഫ് വിൻവേ ആൻഡ് അവർ മെയിൻ സ്പോൺസർ. And I invite Mr. Mohanan Master on stage. മോഹനൻ മാസ്റ്റർ എന്നാൽ അയാളുടെ ഗാനമെന്റെ കർണത്തിന് ആഹ്ലാദമേകി. AK മോഹനൻ മാസ്റ്ററെ വഴിയിൽ തടഞ്ഞു നിർത്തി ഈ കവിത ഹൃദ്യമായ രീതിയിൽ ആലപിച്ചു. എന്നിട്ടൊരു ചോദ്യവും, എന്നെ അറിയുമോ മാഷിന്? മാഷിന് മറുപടി പറയാൻ അധികം സമയം വേണ്ടി വന്നില്ല. അമൃത് ബിസി അല്ലേ? ഇതാണ് മോഹനൻ മാസ്റ്ററും വിദ്യാർത്ഥികളും തമ്മിലുള്ള ആത്മബന്ധം. 1975 ഒക്ടോബറിൽ മാഹി GHS അധ്യാപകനായ അദ്ദേഹം 2006 മാർച്ചിൽ റിട്ടയർ ചെയ്തു. റിട്ടയർമെന്റിന് ശേഷം മാഹിക്കാരല്ലാത്തവരെല്ലാം വിറ്റുപെറുക്കി സ്വന്തം നാട്ടിൽ പോവുക പതിവുള്ളപ്പോൾ മോഹനൻ മാസ്റ്റർ മാഹിയിൽ തന്നെ സ്ഥിരതാമസമാക്കി. മാഹി അത്രയ്ക്ക് മാഷിനെ സ്നേഹിച്ചു. ആ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചു പോകാനും മാഷിനായില്ല. ധന്യമായ ഒരു അധ്യാപക ജീവിതം, ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന അനേകം അധ്യാപകരിൽ ഒരാൾ. മോഹനൻ മാസ്റ്ററെ പറ്റി ചോദിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ മനസ്സിൽ തെളിയുക മാഷയുടെ ക്ലാസ്സിൽ കേട്ടു മറന്ന തൃശൂർ ശൈലിയിലുള്ള മലയാള ഭാഷയാകാം. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഹരിദാസൻ മാസ്റ്റർ. ഉപഹാരം നൽകുന്നു ശ്രീ പ്രദീപ്, എ വെൽ നോൺ ബിസിനസ് ഫ്രം മാഹി. നമ്മുടെ പ്രിയങ്കരനായ ഹരിദാസൻ മാസ്റ്ററെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഹരിദാസൻ മാസ്റ്ററുടെ ബാല്യകാലം സിംഗപ്പൂരിലായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കീഴിൽ നാവികോദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് 8ാം വയസ്സിൽ നാട്ടിൽ തിരിച്ചെത്തിയ അദ്ദേഹം സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് മദ്രാസ് ലയോള കോളേജിൽ തുടർ വിദ്യാഭ്യാസം നേടി. പോണ്ടിച്ചേരി സർക്കാർ സർവീസിൽ ക്ലർക്കായി ജോലിയിൽ പ്രവേശിച്ചു. ഏറെ താമസിയാതെ ആ ജോലി രാജിവെച്ച് സ്കൂൾ അധ്യാപകനായി. കുട്ടികളെ ശുശ്രൂഷിച്ച് നിരീക്ഷിക്കുകയും പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളുടെ കഴിവുകളെ കൃത്യമായി വിലയിരുത്തി പരിശീലനം നൽകുന്നതിൽ ഹരിദാസൻ മാസ്റ്റർ ശ്രദ്ധ ചെലുത്തി. റിട്ടയർമെന്റ് ജീവിതം വിശ്രമിക്കാനുള്ളതല്ല എന്ന് വിശ്വസിക്കുന്നവരിൽ ഒരാൾ. മലയാളം മീഡിയം പഠിച്ച കുട്ടികളിൽ ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ളവർക്ക് ആത്മവിശ്വാസത്തോടെ ഇംഗ്ലീഷ് പാഠ്യപദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് ഈ സ്നേഹധനനായ അധ്യാപകൻ. അടുത്തതായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഡോക്ടർ വി രാമചന്ദ്രൻ. ഉപഹാരം നൽകാനായി ഹാരിസ് പറമ്പത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. A well-known business and partner, Bridgeway Shipping, and we invite our dear boss, Dr. V. Ramachandran. Dr. Ramachandran, കുന്നോളിലെ കർഷക തൊഴിലാളികളുടെ മകനായി ജനിച്ചു. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഉയർന്ന മാർക്കോടെ ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം നേടി. മാഹി മഹാത്മാഗാന്ധി കോളേജിൽ ഹിന്ദി ലെക്ചറായി ജോലിയിൽ പ്രവേശിച്ചു. മാഹി കോളേജിലെ NSS യൂണിറ്റിന്റെ സ്ഥാപകനായി എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിരുന്ന പ്രൊഫസർ ശശാങ്കൻ കഠിനാധ്വാനിയായ രാമേന്ദ്രൻ മാഷയുടെ കയ്യിൽ നിന്നും NSS യൂണിറ്റിന്റെ പ്രവർത്തന ചുമതല ഏൽപ്പിച്ചു. പിന്നീടുള്ള കാലങ്ങളിൽ മഹാത്മാഗാന്ധിയുടെ സ്വപ്നമായിരുന്ന ഗ്രാമ പുനരുദ്ധാരണം ആയിരുന്നു രാമചന്ദ്രൻ മാസ്റ്റർ മാഹി കോളേജ് NSS യൂണിറ്റിലെ ചുണക്കുട്ടികളെ ഉപയോഗിച്ച് നടപ്പിലാക്കിയത്. ഇടവഴികൾ റോഡുകളാക്കൽ, നിർധനർക്ക് ശൗചാലയങ്ങൾ പണിതു നൽകുക എന്നിവയിൽ മാസ്റ്റർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഒരർത്ഥത്തിൽ സാമൂഹിക സേവനം എന്ന രീതിയിൽ കൗമാരക്കാരായ കോളേജ് വിദ്യാർത്ഥികളെ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങൾ നേരിടാൻ പരിശീലിപ്പിക്കുകയായിരുന്നു രാമചന്ദ്രൻ മാസ്റ്റർ. തന്റെ പ്രവർത്തന മേഖല പെയിൻ ആൻഡ് പാലിയേറ്റീവ് മേഖലയിലേക്ക് തിരിച്ച് വേദന കടിച്ചമർത്തി ജീവിക്കുന്ന അസുഖബാധിതർക്ക് ഒരു തരി ആശ്വാസം ആവുകയാണ് രാമചന്ദ്രൻ മാസ്റ്റർ. അടുത്തതായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ശ്രീ സദു അലിയൂർ. സമ്മാനം നൽകുവാനായി പ്രസിഡന്റ് ശ്രീ താജുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സദു അലിയൂർ ജനച്ചായ ചിത്രങ്ങളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീ സദു അലിയൂർ. തലശ്ശേരി സ്കൂൾ ഓഫ് ആർട്സിലെ പഠനത്തിന് ശേഷം ആദ്യകാലം ഗൾഫിൽ പരസ്യ കമ്പനിയിൽ ജോലി ചെയ്തു. ഇപ്പോൾ പൂർണ്ണമായും തനിക്ക് പ്രിയങ്കരമായ വർണ്ണങ്ങളുടെ ലോകത്തിൽ കഴിയുന്നു.
ജലഛായം എന്ന മാധ്യമത്തിന്റെ ലോലവും സുതാര്യവുമായ തലം പ്രകൃതി ദൃശ്യങ്ങളുടെ ചിത്രണത്തിലൂടെ തന്റെ അസാമാന്യമായ പാഠവും സിദ്ധിയും സദു അലിയൂർ പ്രകടിപ്പിക്കുന്നു. കേരളത്തിനകത്തും പുറത്തും തന്റെ ചിത്രങ്ങൾ സദു പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജലഛായത്തിലുള്ള സദു അലിയൂരിന്റെ വൈദഗ്ധ്യത്തിന് അംഗീകാരമായാണ് ഈ വർഷത്തെ കേരള ലളിതകലാ അക്കാദമി അവാർഡ്. തുടർന്ന് വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് CH ഗംഗാധരൻ മാസ്റ്റർ. പുരസ്കാരം നൽകുവാനായി ക്ഷണിക്കുന്നു AK നിസാർ, ജനറൽ മാനേജർ എയർ അറേബ്യ. MC ജലീൽ, പ്രസിഡന്റ് മാഹി മുസ്ലിം വെൽഫെയർ അസോസിയേഷൻ. പുരസ്കാരം നൽകുന്നു MC ജലീൽ. CH ഗംഗാധരൻ മാസ്റ്റർ. മയ്യഴിയുടെ ചിത്രകാരനായ CH ഗംഗാധരൻ സ്കൂൾ വിദ്യാർത്ഥിയാണ് അയൽഗ്രാമമായ അഴിയൂരിൽ നിന്നും മയ്യഴിയിലെത്തിയത്. മയ്യഴിയോടുള്ള ഗാഢാനുരാഗം കാരണം യൗവനകാലത്തെ അദ്ദേഹത്തിന്റെ യാത്രകൾ ഓരോന്നും മയ്യഴിയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെത്തിച്ചു. നാടിന്റെ ചരിത്രവും വിശ്വാസവും വിത്തുകളും ജീവിതശൈലിയും നൽകിയ ലഹരിയോടെ CH ജീവിച്ചു. അതിനിടെ തന്റെ സമ്പന്നമായ വിവരശേഖരത്തിൽ നിന്നും കുറിപ്പുകൾ തയ്യാറാക്കി CH മയ്യഴിയുടെ ചരിത്രം എഴുതി. സമീപകാല ചരിത്രം പോലും കെട്ടുകഥയായിരുന്ന മയ്യഴിക്കാർക്ക് ചരിത്രമുള്ള ജനത എന്ന പദവി നൽകിയ CH ഏത് മയ്യഴിക്കാരനേക്കാളും മയ്യഴിക്കാരനാണ്. അടുത്തതായി ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മയ്യഴിയുടെ സ്വന്തം മുകുന്ദേട്ടനെ, ശ്രീ M മുകുന്ദൻ. ഉപഹാരം നൽകുന്നു ശ്രീ OB മുസ്തഫ, വെൽ-നോൺ ബിസിനസ്മാൻ ആൻഡ് മാനേജിംഗ് പാർട്ണർ, ഗർഗാസ് ഇൻഷുറൻസ്. മയ്യഴിയെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മയ്യഴിയുടെ കഥാകാരൻ, 60കളിൽ എഴുതി തുടങ്ങിയ മുകുന്ദൻ എന്ന മയ്യഴിയുടെ മുകുന്ദേട്ടൻ മലയാളിയുടെ സാഹിത്യാഭിരുചികളെ നവീകരിക്കുകയും അസ്തിത്വവാദമായ ആധുനിക പ്രസ്ഥാനത്തിന്റെ വക്താവാകുകയും ചെയ്തു. 1942 ജനനം. മയ്യഴിയിൽ വിദ്യാഭ്യാസം, ഫ്രഞ്ച് വിദ്യാഭ്യാസം നേടിയ മുകുന്ദേട്ടൻ 1968 ഡൽഹിയിൽ വന്നതിന് ശേഷമാണ് ആദ്യ കഥയായ നിരത്ത് വെളിച്ചം കാണുന്നത്. തുടർന്ന് 4 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഫ്രഞ്ച് എംബസിയിൽ ജോലിയിൽ ചേർന്നു. ദീർഘകാലം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന്റെ ചുമതല വഹിച്ചു. 2003 എംബസിയിൽ നിന്നും പിരിഞ്ഞ് 3 വർഷം കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗമായും പ്രവർത്തിച്ചു. കേരള കേന്ദ്ര സാഹിത്യ അക്കാദമികളുടെ പുരസ്കാരങ്ങൾ, വയലാർ അവാർഡ്, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, ഫ്രഞ്ച് സർക്കാരിന്റെ ഷെവലിയർ ഓഫ് ദി ആർട്സ് ആൻഡ് ലെറ്റേഴ്സ് ബഹുമതിയും തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടി ഡൽഹിയിലും മയ്യഴിയിലുമായി മാറി മാറി താമസിക്കുന്നു നമ്മുടെ സ്വന്തം മുകുന്ദൻ. അടുത്തതായി ഈ വേദിയെ